പുള്ളിക്കാരൻ പറയാം മോളെ കെട്ടിച്ചേരാണ്. ഈ കാണുന്നത് ബെലിസ ബോർഡർ. ഞാനിപ്പോൾ നിൽക്കുന്നത് മെക്സിക്കോ. ഞാനിപ്പോൾ ഹിച്ചേക്ക് ചെയ്ത് പോകുന്നത് ബെലിസ എന്ന് പറയുന്ന എൻ്റെ പുതിയ രാജ്യത്തിലെ ബോർഡറിലോട്ടാണ്. Hola. Come. Oh. Hola. Gracias, es todo. Okay, gracias. ഇത് നമ്മുടെ മെക്സിക്കോ, ഇത് നമ്മുടെ ബെലിസെ അവസാനം. നമ്മുടെ ബെലിസെ എമിഗ്രേഷന്റെ ഫിനിഷ് ബെലിസെ. ആക്ച്വലി ഇവരുടെ ഒരു ഇമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്യണം. എമിഗ്രേഷൻ ഓഫീസറിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു യൂട്യൂബിൽ നല്ലതൊക്കെ പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിയെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഫൈനലി ബെലിസയിലോട്ട് കയറി. അതിന് കുറച്ച് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ എടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. എനിക്ക് അതിനുള്ളിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റി. വളരെ ഈസി ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ യൂട്യൂബൊക്കെ ചെക്ക് ചെയ്തു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഓഫീസറാണ് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ലാസ്റ്റ് പുള്ളി പറഞ്ഞു അവിടെ നിന്ന് എടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇവിടെ കയറുമ്പോൾ ഒരു പെട്ടിക്കട. നല്ല വെയിൽ കേട്ടോ. ഇവിടെ വേണ്ട കുടിക്കാനായിട്ട് ഡ്രിങ്കിങ് വാട്ടർ. കുടിക്കാനല്ല, ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ബെലിസയിലെ ഹിച്ച് ഹൈക്കിംഗ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമാണ്. അതിൻ്റെയോടൊപ്പം സ്പാനിഷ് കുറച്ച് സംസാരിക്കും. പിന്നെ ഇവരുടെ ക്രിയോൾ ഭാഷ സംസാരിക്കും. ക്രിയോൾ എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷിൻ്റെ ഡയലക്റ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് ക്രിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ബെലിസിനെ കുറിച്ച് പറയാനായിട്ട്. ഇതിൻ്റെ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ കംബോഡിയയുടെ ഫ്ലാഗിന് സമമായിട്ടുള്ള ഒരു ഫ്ലാഗാണ്. ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ പയ്യെ പറഞ്ഞുതരാം. പയ്യെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നോക്കട്ടെ. നമ്മുടെ ബെലിസയിലെ ആദ്യത്തെ ഹിച്ച് ഹൈക്കിംഗ്. കറക്റ്റ് നമ്മുടെ നാട്ടിലെത്തിയ പോലെ തെങ്ങും തേങ്ങയും മാവും കുറേ മരങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ബെലിസിലെ ആദ്യത്തെ കാഴ്ചകളാണ്. ആദ്യത്തെ ഒരു ചെറിയൊരു ടൗണിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവിടുത്തെ വീടുകൾ കണ്ടോ? ഇവിടുത്തെ വീടുകൾ കുറേയൊക്കെ മേഘാലയൻ വീടുകളുമായിട്ട് സാമ്യമുണ്ട്. ഇവിടുത്തെ ജനാലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മേഘാലയയിലെ കാസി പാരമ്പര്യമുള്ള വീടുകൾ, കാസി ആർക്കിടെക്ചറിൽ നിർമ്മിച്ച വീടുകളൊക്കെ ഈ ഒരു തരത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാണുന്ന വീടുകൾ കാസി ടൈപ്പ് അല്ല കേട്ടോ. ഇത് അത്യാവശ്യം വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വീടുകൾ. ഇവിടെ ബ്രിട്ടീഷിൻ്റെയാണ് വലിയ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് വന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പയ്യെ പറഞ്ഞു തരാം. നല്ല മനോഹരമായിട്ടുള്ള ആഡംബര വീടുകൾ കേട്ടോ. ഈ കാണുന്ന ഭാഗത്തെല്ലാം നല്ല രസമുള്ള വീടുകൾ. കണ്ടില്ലേ പുള്ളിക്കാരൻ, കണ്ടില്ലേ നല്ല വെളുത്ത ആൾക്കാർ കേട്ടോ. അതായത് ഇവിടുത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ 10, 20, 25% ആളുകൾ കറുത്ത ആൾക്കാരാണ്, കറുത്ത വംശജരാണ്. പിന്നെ കുറേ ആൾക്കാർ വെളുത്ത വംശജർ. വെളുത്തതെന്ന് പറയുമ്പോൾ അവർ ഇവിടുത്തെ ഇൻഡിജീനിയസ് പോപ്പുലേഷനുമായിട്ട്, അതായത് മൂക്ക് ചപ്പിയ ആളുകളുമായിട്ട് മിക്സ് ആയിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഇവിടെ ധാരാളം യൂറോപ്യൻ കളറിലുള്ള വൈറ്റ് ആളുകളെ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബ്ലാക്ക് ആളുകളായിട്ടുള്ള ആഫ്രിക്കൻ വംശജരെ പോലുള്ള ബ്ലാക്ക് ആളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സ്പാനിഷ് കൺട്രികളിൽ ഇടയ്ക്ക് കിടക്കുന്ന രാജ്യമാണെങ്കിലും ഇതൊരു കരീബിയൻ രാഷ്ട്രം പോലെയാണ് നമുക്ക് തോന്നിപ്പിക്കുന്നത്. കാണുന്നത് ഇവിടുത്തെ ബസ് ടെർമിനൽ ആണെന്ന് തോന്നുന്നു. ഇവിടെ ആളുകളെല്ലാം അത്യാവശ്യം നിയമമൊക്കെ എന്താ പറയുക, ബൈക്കിൽ പോകുന്ന ആൾക്കാർ 2 ഹെൽമെറ്റ് വെച്ച് പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. നല്ല അത്യാവശ്യം എനിക്കൊരു ഇമ്പ്രസീവായിട്ട് തോന്നി കേട്ടോ ഈ രാജ്യത്ത് കയറിയപ്പോൾ തന്നെ. പിന്നെ ആളുകൾ ഇംഗ്ലീഷ് രാജ്യമാണ്, ഇംഗ്ലീഷ് ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾക്ക് യാത്രയിലൊന്നും വലുതായിട്ട് ബുദ്ധിമുട്ടില്ല. കണ്ടില്ലേ, നമ്മുടെ അങ്കിള് കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അങ്കിള് കടയിൽ പോയ സാധനം വാങ്ങാൻ വേണ്ടി പോയ സമയത്തുള്ളിൽ ഞാൻ ഇവിടുത്തെ കഥ പറയാം. അതായത് ഇവിടെ പണ്ട് നേറ്റീവ് അമേരിക്കൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നേറ്റീവ് അമേരിക്കൻസ് ഉണ്ടായതിനു ശേഷം സ്പാനിഷുകാർ 1600 കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് വന്നു. പക്ഷേ ഇവിടുത്തെ മായൻ സംസ്കാരത്തിലുള്ള ആളുകളായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം മായക്കാരോടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ സ്പാനിഷുകാർക്ക് അങ്ങനെ ഇവിടെ വലിയ ആധിപത്യം വെച്ചിട്ട് ഇവിടെ കീഴടക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോൾ 1500-ലൊക്കെയാണ് അവർ വന്നത്. പിന്നെ 1600-ന് ശേഷം ബ്രിട്ടീഷുകാർ, അതായത് ബ്രിട്ടീഷ് പൈററ്റ്സുകൾ ഈ കടൽ തീരത്ത് വന്നിട്ട് ഇവിടെ അങ്ങനെ കൊള്ളടിക്കാനൊന്നും ഇല്ല കേട്ടോ. ബട്ട് ഇവിടെ കുറേ മരത്തടികളുണ്ടായിരുന്നു, മഹാഗണി, ഇവിടുത്തെ ലോങ് വുഡ്. അപ്പോൾ ഇതെല്ലാം ഇവർ ബ്രിട്ടീഷ് പൈററ്റ്സുകൾ വന്ന് എന്താ പറയുക, ഇവിടെ വന്ന് കോളനൈസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വന്ന് ഇവർ കച്ചവടം ഒഴുക്കിക്കൊണ്ടുപോയി. സ്പാനിഷുകാർ ഇവർക്ക് കുറച്ച് കൂട്ടിയിരുന്നു. പിന്നെ അതിനുശേഷം 1860-നൊക്കെ ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇവരുടെ കോളനി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഈ രാജ്യങ്ങൾ ഫുള്ള് എന്താ പറയുക, സ്പാനിഷിന്റെ കോളനി ആയിരുന്നു. അപ്പോൾ ഇവർ മഹാഗണിയും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇവർക്ക് കുറേ പണിക്കാർ വേണമല്ലോ. അപ്പോൾ ഇവർ ആഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കോളനിയിൽ നിന്ന് കുറേ ആൾക്കാർ ഇവർ ജമൈക്കയിലും ബർബഡോസിലൊക്കെ കൊണ്ടുവന്നില്ലേ. അപ്പോൾ കുറേ കറുത്ത വർഗ്ഗക്കാരെ അവർ പണിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. ആ കറുത്ത വർഗ്ഗക്കാർ ഇവിടെ ജീവിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ജീവിച്ച് അങ്ങനെയാണ് ഇവിടെ ധാരാളം കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കുറേ വൈറ്റ് ആയിട്ടുള്ള ആളുകളും ഇവിടെ ഒതുങ്ങിപ്പോയി. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിള് ആ കാറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആ ചേട്ടൻ കറുത്ത വംശജനും ആ ചേച്ചി വെളുത്ത വംശജയാണ്. രണ്ട് വ്യത്യസ്ത വംശജരായിട്ടുള്ള ആളുകളുള്ള ഒരു കാർ, മനസ്സിലല്ലേ? പിന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇവരുടെ ലോക്കൽ പോപ്പുലേഷൻ അങ്ങനെ മിക്സഡ് ആയിട്ടാവാതെ കുറച്ച് ചൈനീസ് ഫേസ് അല്ലെങ്കിൽ മംഗോളൈറ്റ് ഫേസ് ഉള്ള ആൾക്കാരെ നമുക്ക് ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളെ ഇവിടെ കാണാൻ സാധിക്കും. ബട്ട് കൂടുതൽ ഇൻഡിജിനസ് ആളുകളും മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കോർസൽ എന്ന് പറയുന്ന ഒരു തീരദേശ ടൗണാണ് ഇത്. ഇവരുടെ ഒരു ഏൻഷ്യൻ ഒരു പോർട്ടായിരുന്നു, അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ കരീബിയൻ കടൽ, കരീബിയൻ സീ ആണ് കേട്ടോ ആ കാണുന്നത്. രസമുണ്ട് കേട്ടോ, ആളുകൾക്കൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. നമ്മുടെ കരീബിയൻ കടൽ കാണാൻ എന്ത് രസം. ഇവിടെ നിന്ന് നേരെ നമ്മൾ നീന്തിപ്പോയാൽ അങ്ങ് ക്യൂബയൊക്കെ എത്തും. ക്യൂബ പിന്നെ അല്ലെങ്കിൽ കുറച്ച് ദൂരെ പോകണം കേട്ടോ. പിന്നെ നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ എത്തും. കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് BBOC എന്ന് പറഞ്ഞാൽ ബെലിസെ ബസ് ഓണേഴ്സ് കൗൺസിലോ കോർപ്പറേഷനോ അങ്ങനെ എന്തോ ആണ് സാധനം. ഞാനിവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഹിച്ചയ്ക്കുകയാണ്. ഇതാണ് കേട്ടോ ബെലിസെ ബസ് ഓണേഴ്സ് കോഓപ്പറേറ്റീവ്. താങ്ക് യു സോ മച്ച്. ഹായ്, താങ്ക് യു സോ മച്ച്. Yes, sure. Finally, എനിക്കൊരു റൈഡ് കിട്ടി. It's my first day in Belize. Oh, okay. I'm traveling all American countries. Good, that's good. Yeah, I was in Mexico, now I just came to Belize. My house, you're welcome. Is it? Yes. Oh my പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാ, if you want to stay in my house, you're welcome. Thank you. I'm taking your offer. Okay. I'll be very glad. Okay, good. Oh my god. You will eat what we will eat. Yes. You eat beans. Yeah, I eat beans. Oh my god. It's my first day in Belize and first day I feel very warm welcoming. Yes. What's your good name? Carlos and Miss Marislo. Isael. Isael. In Isael. What's your name? Yohani. Nice to meet you. They're my neighbors. Okay. Nice to meet you. I came like to do a little taxi for them. Oh, okay. They have something that they sent for them from San Pedro. Oh, okay. So he told me to Bring it. Yeah. Wow. പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്ത ആളാണ്. ഓ, ഐ ആം സോ ഹാപ്പി. ബെലിസ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹിച്ച് ഹൈക്കിങ് വലിയ പാടില്ല. പിന്നെ കോക്കനട്ട് ട്രീ ഭയങ്കര നല്ല രസമുള്ള ഇത് കേട്ടോ. Once they come, they're amazed because we can speak both languages. ഇവിടുത്തെ വീടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാമായിട്ടുള്ള വില്ലേജ് കേട്ടോ, കാം ആൻഡ് ക്വൈറ്റ് വില്ലേജ്. ഇതെല്ലാം വില്ലേജ് കൺട്രി സൈഡാണ്. കൺട്രി സൈഡ് എന്ന് പറയാൻ പറ്റൂല. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ഒരു കുഞ്ഞു ചെറിയ വീടുകൾ. ഫുള്ളി ഗ്രീൻ.
ഗ്രീൻ കണ്ടില്ലേ? വീട്ടിന്റെ ഫ്രണ്ടിൽ കുറെ മുറ്റമുണ്ട്. ആളുകളൊക്കെ വെറുതെ ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റ് ടൈം? Yes. Wow, I'm very privileged, you know, Yes. to be a first guest in your house. പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഒരാളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമാണ് ഷുഗർ കെയിൻ കൃഷി. അതാണ് കേട്ടോ അവിടെ എല്ലാം. നമ്മുടെ കരിമ്പ് കൃഷി ഉണ്ടല്ലോ. ഉള്ള വീടുകൾക്കൊന്നും മതിലുകളില്ല കേട്ടോ. മതിലുകളില്ലാത്ത വീടുകളാണ്. നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വീടുകളൊക്കെ പോലെ ഒരു വീടുകൾക്കും മതിലുകളില്ല. അതാണ് ഞാനിവിടെ കാണാൻ സാധിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ ചില വീടുകൾ ഇങ്ങനെ പൊക്കിയാണ് കേട്ടോ കെട്ടി വെച്ചിരിക്കുന്നത്. ചില വീടുകളൊക്കെ കണ്ടില്ല, ഒരു വീടുകൾക്കും മതിലുകൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ നോർമലായിട്ട് അവർ ഇങ്ങനെ കെട്ടി ഇട്ടയ്ക്കുവാണ്. ചില വീടുകൾക്ക് മാത്രം ഇതുപോലുള്ള മതിലുകൾ കാണാൻ സാധിക്കും, ഇരുമ്പിലുള്ള മതിലുകൾ. ഓക്കെ, ഇവിടെ ചൈനയുടെ ഷോപ്പ് 2 എണ്ണം ഇവിടെ മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. ചൈനക്കാരുടെ കടകളും സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ആളുകളൊക്കെ ഓരോ വീടുകൾക്കും കാറുകളുണ്ട്. ഓരോ ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ തൂക്കുന്നു. എല്ലാ സ്ഥലത്തും തെങ്ങ് കാണാൻ പറ്റും. ഇവിടെ 2 തരത്തിലുള്ള തെങ്ങാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഉയരം കൂടിയ നാട്ടിലെ തെങ്ങും ഒന്ന് ഉയരമില്ലാത്ത ചെറിയ കൊച്ചു തെങ്ങുകൾ ഇവർ കൊണ്ടുവന്നത് ബ്രസീൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് കൊച്ചു തെങ്ങുകളെ കൊണ്ടുവന്നത്. കാണുന്നത് എന്താണ്? ചൈനക്കാരുടെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ചൈനക്കാർ വന്നിട്ട് എല്ലായിടത്തും അവരുടെ ബിസിനസ്സും അവരുടെ സംഭവം. ചില സ്ഥലങ്ങളിലൊക്കെ ഇതാ മതിലുള്ള വീടും ഉണ്ട് കേട്ടോ. ഇത് മതിലുള്ള വീടാ. നൈസ് ടു മീറ്റ് യു. Thank you. സോറി, താങ്ക് യു, ബൈ ബൈ. അവരുടെ വീട്ടിൽ, ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ വാഴ, ഇവിടെ ഫുള്ള് കരിമ്പ്. ഈ കരിമ്പാണ് ഇവരുടെ പ്രധാന വരുമാന ആശ്രയം. സോറി കേട്ടോ, ഇത് കോണാണ്, കരിമ്പല്ല. ഓ, നമ്മുടെ വീട്ടിലോട്ട് വന്നല്ലോ. ഐ ക്യാൻ ഓപ്പൺ. ഇവരുടെ വീട്ടില് ഇതുണ്ട് കേട്ടോ, ഗേറ്റ് ഉണ്ട്. യു ഹാവ് ഹിയർ ആൾസോ കോൺ. ഇവിടെയും കോണുണ്ട് കേട്ടോ. നൈസ് കേട്ടോ. ഇവിടെ നാരങ്ങ, നമ്മുടെ നാട്ടിലെ ചെടി. ഓ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ചെടിയല്ലേ. ഹിബിസ്കസ്. ഐ ഫീൽ ലൈക്ക് മൈ പ്ലേസ്. ദിസ് ഈസ് പേരയ്ക്ക. Guava? Yeah, Perakya. We call it Perakya. Perakya, guava, hibiscus, ചെമ്പരത്തി, plums. Yeah. Oh, okay. If you want to taste one, we have to wash it. ഇത് plum ആണ് കേട്ടോ. ഇതെനിക്കറിയില്ല. I want to wash it, then I'll. Okay, okay. There's a big one, but it's dead. ഓ, I think it's dead. ഇതൊരു പ്ലം ട്രീ ആണ്. എന്താന്ന് മനസ്സിലായത്? You know this? നാരങ്ങ? That's lime. ലൈം. നമ്മുടെ നാരങ്ങയാണ് കേട്ടോ ഈ കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ. I learned that from a Chinese people? Yes, I had a friend Chinese that we used to work, and so I learned that because I visited him in Corozal. Oh. He take off his shoes. Yeah, that's very good. Even in India, we do I that. said when I have my house, that's my plan. Oh. So that's what I do. പുള്ളിക്കാരൻ ചൈനക്കാരെന്ന് പഠിച്ചതാണ്. വീട്ടിന്റെ അകത്ത് ഷൂസ് ഇട്ടോണ്ട് കയറില്ല, കാരണം ഗാർബേജ് ഡേർട്ടി ആയിട്ടുള്ള. ബട്ട് പുള്ളിക്കാരൻ അടുക്കി വെച്ചിരിക്കുന്ന, നോക്കിക്കേ, ഷൂസ് അടുക്കി വെച്ചിരിക്കുന്ന രസം. He's 17 years. He's studying in that school that we said. Okay. Yeah. But you are very shy. Yeah, they're shy. I told you they're shy. But when they get to know you, then they will. Okay. They will. Nice to meet you, Andrew. Nice to meet you. Yeah. പുള്ളിക്കാരൻ്റെ Visitor. Home. Oh my god. I didn't know that this much shy. Hello. Yeah, they're shy, but when they get to know you, they will. I'm Mahin from India. She's also. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ്, ഹാമോക്ക് ഭയങ്കര കോമൺ ആയിട്ട് തോന്നി. പിന്നെ ഇവരുടെ ഒരു സ്ഥലം ഈ കാണുന്നത്, കിച്ചണിലും ഇവർക്ക് ബെഡൊക്കെ ഉണ്ടല്ലോ. Yeah, so this is our dog.
Dog, hello. Only that he's very ferocious at moments. Yeah, so I have my back and a little garden there. കേട്ടോ ചേട്ടൻ, പുള്ളിക്കാരൻ ഭയങ്കര ആദ്യമായിട്ടാണ് അവർ ഒരു വ്യക്തി ഇങ്ങനെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നിന്നെ വേണമെങ്കിൽ നമ്മൾ ഇന്ന് വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവസാനം ഇവിടെ എത്തിപ്പെട്ടത്. നമ്മളൊന്ന് ഇരുട്ടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോവാണ്. ഇവർ രണ്ടുപേരും ടീച്ചേഴ്സാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവരുടെ വീട്. പുള്ളിക്കാരൻ, നമ്മുടെ ചേട്ടൻ, ടീച്ചർ ജോലി 1 വർഷം മുന്നേ പുള്ളിക്കാരൻ റിട്ടയർഡായി. പിന്നെ ആൻറ്റി ഇപ്പോഴും ടീച്ചിങ് തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കോൺ കൃഷിയാണ്, ചോളകൃഷിയാണ്. എന്നത് നമ്മുടെ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. ദിയോസ് എന്ന് പറയുന്നത് ഗോഡ്, അസംബ്ലൻസ് ദേ ദിയോസ്, ഷാലോം. ഇതിപ്പോ ഒരു പ്രൊട്ടസ്റ്റന്റിന്റെ ചർച്ചാണ്. സാന്ത ക്ലാര സാൻ റോമാൻ ആണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ കാണുന്ന ഒരു സ്കൂളാണ്. ആ കാണുന്ന ഒരു കത്തോലിക് ചർച്ചാണ്. കത്തോലിക് ചർച്ചിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കൂളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ കത്തോലിക്കൻ പള്ളിയുടെ അണ്ടറിൽ വരുന്ന സ്കൂളാണ്. നമ്മൾ വൈകിട്ട് ബ്രെഡ് വാങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങിയതാ. നമ്മളിവിടുത്തെ ലോക്കൽ ബേക്കറിയിലോട്ട് വന്നതാണ്. ഹൊറാറിയോ. ഇവിടെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ സ്പാനിഷിലും എഴുതി വെച്ചിട്ടുണ്ട്. മെക്സിക്കോയുടെ അടുത്തുള്ള സംസ്ഥാനമായതുകൊണ്ടാണ് സ്പാനിഷ് കുറേയൊക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ സ്കൂളൊക്കെ ഇംഗ്ലീഷാണ്. ഇവിടെ ബ്രെഡുകളാണ് കേട്ടോ, പലതരത്തിലുള്ള ബ്രെഡുകളാണ് കേട്ടോ. ഇവരുടെ ഈവനിങ് ബ്രെഡ് എന്ന ചെറിയ കടയിലാണ് ചൈനീസുകാർ തുടങ്ങിയത്. പിന്നെ ഈ കാണുന്ന വലിയ കട, പിന്നെ ഈ കാണുന്ന വലിയ കട. വാവ്, ഹെയാൻ ഷോപ്പ്. ചൈനീസ് പീപ്പിൾ ഹെൽപ്പ് ഈച്ച് അതർ. ചൈനക്കാര് ഭയങ്കര സഹായമാണ് കേട്ടോ, പരസ്പര സഹായം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാണുന്ന കുഞ്ഞു കട, ചൈനയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാനായിട്ട് ആ കാണുന്ന കുഞ്ഞു കട വന്ന് സ്വന്തമാക്കി. പിന്നെ ഈ കാണുന്ന വലിയ കട, പിന്നെ ഈ കാണുന്ന ഏറ്റവും വലിയ കട ആയിട്ട് മാറിയ ഒരു കഥയാണ് കേട്ടോ ചൈനക്കാരുടെ. ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ ഡോളറാണ് കേട്ടോ. ബെലിസ ഡോളറാണ് ഇവിടുത്തെ കറൻസിയുടെ പൈസ, ബെലിസ ഡോളർ. സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ചിപ്സ്, ഇത് 20 രൂപ എന്ന് എഴുതിയിട്ടുള്ള ചിപ്സ്, നമ്മുടെ നാട്ടിലെ 20 രൂപയുടെ ചിപ്സ് ഇവിടെ ഇവർ വിൽക്കുന്നത് 100 രൂപയ്ക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു 100 രൂപയ്ക്കാണ് ഈ കാണുന്ന ചിപ്സ് ഇവിടെ വിൽക്കുന്നത്. ഇന്ത്യയിലുള്ള സാധനം കേട്ടോ. അത് കൊള്ളാലോ, ഇൻട്രസ്റ്റിങ്. ഇവിടെ വെറുതെ ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി. പുള്ളിക്കാരൻ വെറുതെ സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തിരുന്നു. എന്നിട്ട് പുള്ളിക്കാരന്റെ കാർ നല്ലപോലെ സുരക്ഷിതമായിട്ട് വാങ്ങി. ബൈ ബൈ. നമ്മൾ പുള്ളിയുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. സുഹൃത്തിന്റെ വീട്ടിൽ വന്നിട്ട് ഹോൺ അടിക്കുകയാണ്. ആരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. സുഹൃത്തിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. കാണുന്നത് ഇവിടുത്തെ മിനി ഒരു ആൽക്കഹോൾ ഷോപ്പാണ് കേട്ടോ. അവിടെ ഒരു സ്ക്രീന്, ആളുകളൊക്കെ വന്നിട്ട് ഇരുന്ന് മദ്യം കുടിക്കാനുള്ള ഒരു ചെറിയൊരു. They sell food to alcohol. But he first retired. Then he. Nice to meet you. Okay, Omar. Yeah. Omar. Yes. നമ്മളെ വീട്ടിൽ വന്നിട്ട് കേരളത്തിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുവാണ്. ഞാൻ കേരളത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഫൈനലി ഞാൻ കുളിച്ചിറങ്ങി. Where are we going? The neighbor. Neighbor. ഞാൻ ഇത്രയും നേരം ബാത്റൂമിൽ പോയ സമയത്ത് പുള്ളിക്ക് കേരളത്തിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുത്ത് കേരളത്തിനെ പഠിപ്പിക്കുകയാണ്. So now you are familiar with Kerala? Yes. What do you know about Kerala? Oh, it's beautiful. It's beautiful. There's a lot of water I see. Okay. So you are here in Kerala for the first time? First time. How do you feel after seeing Kerala? Oh, it's wonderful. I want to go there. You should come. Yeah. Welcome to Kerala. Yeah. You know the meaning of Kerala? You said something about coconut land. Yeah. Land of coconut. Yeah. അങ്ങനെ പുള്ളിക്കാരൻ കേരളത്തിനെ കുറിച്ച് പഠിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരിക്കൽ കേരളത്തിൽ വരുമായിരിക്കും. ഇവിടെ എല്ലായിടത്തും ഇരുട്ടായി രാത്രി. പുള്ളിക്കാരൻ്റെ അയൽവാസി നേരത്തെ കണ്ടില്ലേ, അവിടെ വന്നാണ്. പുള്ളിക്കാരൻ 8 മക്കളുണ്ട്. വലിയ കുടുംബമാണ് കേട്ടോ, 8 മക്കളുള്ള കുടുംബം. ഇവിടെ എല്ലാവരും ഫുട്ബോൾ കളിക്കുകയാണ്. What's up? Noche, sir. Hello. ¿Estás contento? ¿Ah? ¿Estás contento?
No entienden If mucho, you're happy, he says. Yeah. Very happy. Mucho. Oh, bro. His son, daughter, his son, friends. നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. Bro, what's your name? Jaco, ay, te está hablando. What's your name? My name is Hasiel. Sasir. Yeah. Nice to meet you. Hasiel Kop. Hassel Koop. What's your name? Nashni. Imbri. And നമ്മുടെ നേരത്തെ. What's your name, bro? Ike. De fútbol. You are very happy man because you have many kids. You must be happy. Yeah. ഇവിടെ കണ്ടില്ലേ നമ്മുടെ He's where he makes grinds. തർത്തീജ. Maize. നമ്മുടെ കോണ് പൊടിക്കുന്ന മെഷീനാണ് തർത്തീജ ഉണ്ടാക്കാൻ വേണ്ടി. ഇതുണ്ടല്ലേ ബെലിസയുടെ ഫ്ലാഗാണ്. 2 മനുഷ്യന്മാരുള്ള ഫ്ലാഗാണ്. ഒരാള് മുറിക്കുന്ന ഇതും നമ്മുടെ കോടാലിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാഗാണ് കേട്ടോ ഈ കാണുന്നത്. ബൈക്കുകൾ അങ്ങനെ ഉപയോഗിക്കില്ല. ഇപ്പൊ കുറച്ച് ആളുകളായിട്ടേ ബൈക്ക് ഉപയോഗിക്കുന്ന ഇതേ ഉള്ളൂ വന്നിട്ടുള്ളൂ. ഓ You see? Making tortillas. ഓക്കെ. ഇവിടെ തർത്തീജ, സോസേജ്, എഗ്. വാവ്, ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് വേണ്ടി നമ്മൾ വന്ന ഉടനെ നമുക്ക് വേണ്ടി ഇതാണ്ട് ബ്രെഡ്, വെള്ളം, ഇത് മുട്ട. Muchas gracias. Mamá, muchas gracias. Nada. എന്ത് ഭയങ്കര. ഇവർ ആക്ച്വലി മെക്സിക്കൻ ഭാഗത്തായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്, ബോർഡറിന്റെ ഭാഗത്ത്. ഞാൻ ഇന്ന് ക്രോസ് ചെയ്ത് വന്ന ബോർഡറില്ലേ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ കുറെ നാർക്കോസ് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ നിന്ന് വിട്ടിട്ട് പുതിയ ജീവിതം അവരിവിടെ വന്ന് താമസിച്ചു തുടങ്ങി. അതാണ് കേട്ടോ, അങ്ങനെയാണ് അവരുടെ ഒരു ജീവിതം. നാർക്കോസൊക്കെ കാരണം കുറെ ആൾക്കാർ അവരുടെ നാടും സ്ഥലവും ഊരൊക്കെ വിടേണ്ടി വന്നിട്ടുണ്ട് മെക്സിക്കോയിൽ നിന്ന്. ഇവിടെ ആക്ച്വലി പ്രൊട്ടസ്റ്റൻസ് പോർക്ക് കഴിക്കാറില്ല. അതുകൊണ്ട് ഇവരിവിടെ വീട്ടില് പോർക്ക് കഴിക്കില്ല കേട്ടോ, പന്നി മാംസം കഴിക്കില്ല. മുസ്ലിങ്ങളെ പോലെ പ്രൊട്ടസ്റ്റൻസ്, ജൂയിഷ് ആൾക്കാർ പന്നി മാംസം കഴിക്കില്ലല്ലോ. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വിഭാഗം പന്നി മാംസം കഴിക്കില്ല. അതുകൊണ്ട് ഇവിടെ പന്നി മാംസം കഴിക്കില്ല കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രൊട്ടസ്റ്റൻസ് ചില രാഷ്ട്രങ്ങളിൽ അങ്ങനെയാണ്. എല്ലാ രാഷ്ട്രത്തിലെ പ്രൊട്ടസ്റ്റൻസും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്താ നോക്കിയേ. No, va a venir acá con la comida. Vamos. പുള്ളിക്കാരനിവിടെ കിളികളൊക്കെ ഉണ്ട്. വാവ്, കാണുമ്പോ എനിക്ക് തുറന്നു വിടാൻ തോന്നുന്നു കിളിയാ. കിളിയാ. Él dice todo el tiempo, él viene en mi casa, ¿verdad, macho? Él lo cocina, nosotros cocinamos, nosotros hacemos, y él siempre come eso con nosotros. What do you say? This is Adam. Every time he comes to his house, they unite right here. He cooks. He just comes and eat and spend time with the family and that. What they do? Spend time with family, have fun. ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ് കേട്ടോ. They're twins. ട്വിൻസ് ആണ്. One was born in Dallas and one was born here in Belize. ഒരു കളിയാക്കലാണ്. ഒരുത്തൻ അമേരിക്കയിലെ ഡലാസിലും ഒരുത്തൻ ഇവിടെയല്ലോ. Belize, yeah. His wife. ഇവൻ വെളുപ്പം, അവൻ തട്ടെ കുറച്ച് കറുപ്പ്. ബേബി Youngest one. He's adopted. He's real Mexican. Vino Jamaican man. Él se lo fumó A Belize. verde como Yeah. yo también quisiera fumar. Cayó. Explícale, en un cayuco veniste. I came in a kayak. കയാക്ക് അവനെ കളിയാക്ക. ഇവന്റെ അപ്പൂപ്പൻ ജമൈക്കയിൽ നിന്ന് കയാക്ക് ഓടിച്ചിട്ട് വന്നു. Want me to go? She wants you to stay here. Queremos chismear. ഞാൻ ഇവിടെ നിന്ന് പോണ്ടെന്ന് കേട്ടോ, ഞാനിവിടെ നിന്നാൽ നിന്ന് കളിയാക്കുവാണ്. Cayuco. Tiene 25 años. 25 years. Saying that he has his brother-in-law to leave
the other girl and to have you. ഇവിടെ വേറെ സിസ്റ്റർ ഉണ്ട്, വേറൊരു സിസ്റ്റർ കല്യാണം കഴിച്ചു പോയി. അപ്പൊ പറഞ്ഞ് ആ പയ്യനെ വിട്ടിട്ട് എന്നെ കല്യാണം കഴിക്കാൻ. So what about her? Your father said this one, you know. Never In thought Belize? that they will treat you so good. Like Yeah. എന്റെ അമ്മായപ്പൻ. ബേസോ She's saying kiss because it's hugging you. പിന്നെ കാണാം. പിന്നെ കാണാം. പിന്നെ കാണാം. പിന്നെ കാണാം. Tiene cara. പിന്നെ കാണാം. പിന്നെ കാണാം. നാളെ കാണാം. മഞ്ഞാന. Mañana. Yes. മഞ്ഞാന. See you. Mañana. Bye bye. Bye bro. Nice to meet you. Nice to meet you. Bye. Bye. Cute couple. Bye. പുള്ളിക്കാരൻ പറയാം മോളെ കെട്ടിച്ചേരാണ്. You got him. Your wife. Huh? Left your wife. Come Belize. Okay. Next wife. Okay. My brother-in-law. He like to play. He like to. Yeah, I know. ഗുഡ് ബൈ എങ്ങനെ പറയുന്നു അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. പിന്നെ കാണാം. Pinakam. പിന്നെ കാണാം. പിന്നെ കാണാം. പിന്നെ കാണാം. യെസ്. പിന്നെ കാണാം. പിന്നെ കാണാം. പിന്നെ അവിടെ പോയിട്ട് ഇവിടെ വന്നപ്പോൾ അതാ അടുത്ത എനിക്കൊരു ബർഗർ ഉണ്ടാക്കി തന്നു. ഇവിടെ അതാണ്ടേ ചേട്ടൻ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് മിൽക്ക് ഡ്രിങ്ക് ഉണ്ടാക്കുവാണ് കേട്ടോ. പുള്ളി ഭയങ്കര പാവമാണ് കേട്ടോ, ഭയങ്കര കമ്പനിയാണ്. ഇതാണ് ഇവരുടെ ഒരു കിച്ചൺ.